ഹായ് ഓൾ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാൻ ചെയ്യുന്നത് ഒരു ഹെൽത്തി ബിരിയാണിയാണ്. ഇതിൽ ഓയിലോ ഗീയോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്. ഇത് സാധാ നമ്മുടെ പ്ലെയിൻ റൈസ് വെച്ചാണ്, പ്ലെയിൻ വൈറ്റ് റൈസില്ലേ അത് വെച്ചാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഇതിനാവശ്യമായിട്ട് സവോള, തക്കാളി, പൈനാപ്പിൾ, ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിയില, പുതിനയിലയൊക്കെയാണ്. ചിക്കൻ ഞാൻ 1 കിലോ ആണ് എടുത്തിരിക്കുന്നത്. അത് വാഷ് ചെയ്ത് നമ്മൾ കുക്കറിലേക്ക് ഇട്ടിട്ട് ഈ എല്ലാം പറഞ്ഞിരിക്കുന്ന ഐറ്റംസ് ഇതിലേക്ക് ആഡ് ചെയ്യണം. ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഉപ്പും, പിന്നെ 1 ടീസ്പൂൺ നമ്മുടെ ഹോം മെയ്ഡ് ഗരം മസാല, പിന്നെ 2 ടേബിൾ സ്പൂണ് നമ്മുടെ ബിരിയാണി മസാലയുമാണ് ഞാനിപ്പോൾ ആഡ് ചെയ്തിരിക്കുന്നത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് നമ്മുടെ തൈരും ആഡ് ചെയ്തിട്ട് നല്ലപോലെ കൈകൊണ്ട് തന്നെ അത് നല്ലതായിട്ട് ഞെരടി തന്നെ അത് മിക്സ് ചെയ്യണം. അത് കഴിഞ്ഞ് ഒരു 2 ടീസ്പൂൺ വെള്ളം ഒഴിക്കണം. അത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ കുക്കർ മൂടിയിട്ട് 1 വിസിലേ വെക്കാവുള്ളൂ. അതിനുശേഷം ഞാനിവിടെ 2 ഗ്ലാസ് സാദാ പച്ചരിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഏതാണ് ഉപയോഗിക്കുന്നത് ഞാനിവിടെ കാണിക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് ഒരു 5 മിനിറ്റ് സോക്ക് ചെയ്താൽ മതി. അതിനുശേഷം നമ്മൾ ഒരു കാഷ്യൂനട്ടും കിസ്മിസും നമ്മൾ ഫ്രൈ ചെയ്യുന്ന എണ്ണയില്ലാതെയാണ് നമ്മൾ ലോ ഫ്ലെയിമിൽ നന്നായിട്ട് അത് ഫ്രൈ ചെയ്തെടുക്കണം. ഒണിയനും നമുക്ക് അതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. കണ്ടോ, ഇതുപോലെ ബ്രൗൺ കളറാക്കി എടുക്കാം. ഓയിലൊന്നും ആഡ് ചെയ്യുന്നില്ല. പിന്നെ കുക്കർ ഒരു വിസിൽ കഴിയുമ്പോൾ നമ്മൾ തുറന്ന് നോക്കുമ്പോൾ ഇതിങ്ങനെ വെന്തിട്ടുണ്ട്. ഒത്തിരി ഇട്ട് ഇളക്കരുത്, കാരണം പൊടിയാൻ ചാൻസ് ഉണ്ട് ചിക്കൻ. അപ്പോൾ പിന്നെ ഒരു 2 ടീസ്പൂൺ ലൈം ജ്യൂസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ റൈസ് അതിൻ്റെ അകത്ത് ആഡ് ചെയ്യണം. റൈസ് ആഡ് ചെയ്തതിന് 2 കപ്പ് റൈസിന് 2 കപ്പ് വെള്ളം തന്നെ നമ്മൾ ഉപയോഗിച്ചാൽ മതി. അങ്ങനെ 2 കപ്പ് റൈസും 2 കപ്പ് വെള്ളവും എടുത്തിട്ട് നമ്മൾ കുക്കർ അടയ്ക്കുക. എന്നിട്ട് നമ്മൾ വിസിൽ വരരുത്. ആ ചീറ്റുന്ന ആ സമയമാകുമ്പോൾ ഓഫ് ചെയ്താൽ മതി. വിസിൽ വരാൻ അനുവദിക്കരുത്, അല്ലെങ്കിൽ ചോറ് കുഴഞ്ഞു പോകും. അപ്പം നമ്മുടെ 2 വിസിൽ കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ ബിരിയാണി റെഡി. ഒത്തിരി ഇളക്കരുത്, കാരണം അടിയിൽ ഇറച്ചി പൊടിയാൻ ചാൻസ് ഉണ്ട്. പിന്നെ വിളമ്പുന്ന സമയത്ത് മാത്രം ഇളക്കി നമുക്ക് വിളമ്പാം. അപ്പോൾ ഇത് ഭയങ്കര ഈസിയാണ്, ഭയങ്കര ടേസ്റ്റിയാണ്. ശരിക്കും ഇത് വിളമ്പി കൊടുത്താൽ നമ്മൾക്ക് അത് നമ്മുടെ ശരിക്കുള്ള ആ ഓയിലും ഗീയും ഒക്കെ ചേർത്ത് ആ ബിരിയാണിയുടെ അതേ ടേസ്റ്റ് തന്നെയാണ് ഇതിന്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ വീണ്ടും കാണാം. ബൈ ബൈ.